40 വർഷത്തെ നമ്മുടെ മാരുതി സുസുക്കിയുടെ ലെഗസിയെ വെറും 3 വർഷം കൊണ്ട് തകർത്തടിച്ചൊരു മുതലാണ് നമ്മുടെ ടാറ്റ പഞ്ച്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 4 കാര്യങ്ങളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇതിൻ്റെ ഈ ബോൾഡ് ലുക്കാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാരക്ടറും. അതായത് അത്യാവശ്യം നല്ലൊരു സോളിഡ് ബിൽഡ് തന്നെയാണ് നമ്മുടെ ടാറ്റ പഞ്ച്. 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പഞ്ച് വന്നേക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വാഹനമായിട്ടാണ്. അത്യാവശ്യം നല്ല ക്യാബിൻ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വിസിബിൾ ആണ് നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു ഡോർ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അത്യാവശ്യം അൺഇവൻ ആയിട്ടുള്ള റോഡുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്ന ഒന്ന് തന്നെയാണ് അത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അതുപോലെ തന്നെ ഇന്റീരിയറുമാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല മീറ്റർ കൺസോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹാമാൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. ഒരു 10 to 12 ഒക്കെയാണ് നമുക്ക് സിറ്റിയിലെ ആവറേജ് കിട്ടുക. പക്ഷേ നമ്മൾ മാരുതി അവിടെ മാറ്റി നിർത്തി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഒരു മെയിൻ കാര്യമാണ് ഇതിൻ്റെ ഈ ഒരു സ്ലാഗ്നെസ്. അതായത് നമുക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലൊക്കെ കുറച്ച് ടോർക്ക് കുറവുള്ള പോലെ ഫീൽ ചെയ്യും. അതായത് കുറച്ചൊരു ലാഗ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ടാറ്റ പഞ്ചിൻ്റെ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ എന്ന്. അപ്പം ടാറ്റ യൂസേഴ്സ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.